ബഹുമാന്യ പ്രേക്ഷകരെ, എവരിത്തിങ് ഹാപ്പൻസിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ VDS ഗവൺമെൻറ് ഭരണമേറ്റെടുത്തിട്ട് ദിവസങ്ങളെ ആയുള്ളൂ. എങ്കിലും പൊതുജനങ്ങളെ വളരെയധികം ആകാംക്ഷഭരിതരാക്കിയിരിക്കുന്ന പേഴ്സണൽ സ്റ്റാഫിൻ്റെ കൊള്ള അദ്ദേഹം ഏകദേശം നിർത്തിവെച്ചിരിക്കുന്നു. പേഴ്സണൽ സ്റ്റാഫിൻ്റെ കൊള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശ്രിത വത്സലർക്ക് വെറുതെ ഇരുന്ന് ഗവൺമെൻറ്റിൻ്റെ പെൻഷൻ, ആളുകളുടെ കരമടയ്ക്കുന്ന പൈസ ഗവൺമെൻറ്റിൻ്റെ പെൻഷൻ വെറുതെ കൊടുക്കുന്ന പരിപാടി 2.5 വർഷം എന്നുള്ളത് 4 വർഷത്തേക്ക് ആയിട്ട് നീട്ടിവെച്ചിരിക്കുന്നു. അതായത് നമ്മുടെ കേരളത്തിൽ മാത്രമാണ് ഇത്ര മന്ത്രിമാർക്ക് ഇത്രയധികം പേഴ്സണൽ സ്റ്റാഫ് ഉള്ളത്. ഈ പേഴ്സണൽ സ്റ്റാഫൊന്നും തിരുവനന്തപുരം കണ്ടിട്ട് പോലുമില്ല മിക്ക മന്ത്രിമാരുടെയും. 25-30 ആളുകൾ 2.5 വർഷം കൂടി ഇരുന്ന് ജീവിതകാലം മുഴുവനും പെൻഷൻ പറ്റുന്നതായ ഈ കൊള്ളപ്പരിപാടി എന്താണെങ്കിലും 4 വർഷത്തേക്ക് VDS ജനനായകനായ മുഖ്യമന്ത്രി, ജനങ്ങളുടെ മുഖ്യമന്ത്രി തീരുമാനിച്ചിരിക്കുന്നു. 1982 ഗവൺമെൻറ്റാണ് ഇത് തുടങ്ങി വെച്ചത്. ബാക്കിയുള്ള അന്നൊക്കെ അത് 4 വർഷവും 3 വർഷവും ഒക്കെ ആയിരുന്നു, 5 വർഷമൊക്കെ ആയിരുന്നു. അത് പിന്നീട് വന്ന ഗവൺമെൻറ്റുകൾ, കൊള്ള ഗവൺമെൻറ്റുകൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആശ്രിത വത്സലർക്ക്, മന്ത്രിമാരുടെ കൂടെ നടക്കുന്ന ഗുണ്ടകൾക്ക്, അല്ലെ മന്ത്രിമാരുടെ മറ്റുള്ളവരുടെ അവരുടെ പെട്ടിപിടുത്തക്കാർക്ക്, അവരുടെ സിൽബന്ധികൾക്ക് വെറുതെ വീട്ടിലിരുന്ന് തിരുവനന്തപുരത്ത് പോലും പോകാതെ, വിദ്യാഭ്യാസവുമില്ല, ഒന്നുമില്ല, എന്തെങ്കിലും കാണിച്ച് നടക്കുന്ന കൂട്ടാളികൾക്ക് പെൻഷൻ കൊടുക്കുന്നതായ പരിപാടി അവർ നടപ്പിലാക്കി. 2.5 വർഷം കഴിഞ്ഞാൽ പെൻഷൻ, ജീവിതകാലം മുഴുവൻ പെൻഷൻ. ഓരോരുത്തർ ബിസിനസ് മാൾ നടത്തുന്നു, വീഡി ഷോപ്പ് നടത്തുന്നു, അല്ലെങ്കിൽ കട നടത്തുന്നു. അവരുടെയൊക്കെ പേരാണ് പേഴ്സണൽ സ്റ്റാഫിൽ എഴുതി വെച്ചിട്ട് വെറുതെ ശമ്പളം മേടിക്കുന്നത്. അങ്ങനെ ഉണ്ടായിരുന്ന കാലമുണ്ടായിരുന്നു. അതിനൊരു മാറ്റം വരുത്തിക്കൊണ്ട് VDS ഗവൺമെൻറ് 2.5 വർഷം എന്നുള്ളത് 4 വർഷമാക്കി പേഴ്സണൽ സ്റ്റാഫിൻ്റെ കാലാവധി പുതുക്കി നിശ്ചയിച്ചിരിക്കുന്നു. വളരെ നല്ലതായ ശുഭസൂചകമായ ഒരു വാർത്തയാണ് ഇത്. ജനങ്ങൾ അംഗീകരിക്കുന്ന ജനങ്ങളുടെ പൈസ, ജനങ്ങളിവിടെ പഠിച്ചിട്ട് പാവം യങ്സ്റ്റേഴ്സും മറ്റുള്ളവരും ഡിഗ്രിയും PhDയും ഡോക്ടറേറ്റും ഒക്കെ മര്യാദയ്ക്ക് പഠിച്ചിട്ട് എല്ലാം പിൻവാതിൽ നിയമനമാണ്. എല്ലാം പണം കൊടുത്തിട്ട് കൈക്കൂലിയും അഴിമതിയും കാണിച്ച് പണം മേടിച്ചിട്ട് നോക്കുകുത്തിയായി PSCനെയൊക്കെ നോക്കുകുത്തിയായിട്ട് എത്ര ആയിരങ്ങളാണ് ഇന്ന് ഗവൺമെൻറ് സർവീസിലിരുന്ന് വെറുതെ ഒരു ചുക്കും ചുണ്ണാമ്പോ അറിയത്തുമില്ല, പഠിച്ചിട്ടുമില്ല, വാഴക്കൊല PhDയും. വൈസ് ചാൻസലർ ഇംഗ്ലീഷ് വായിക്കാൻ അറിയാൻ പാടില്ല. അങ്ങനത്തെ വൈസ് ചാൻസലർമാരും ഒക്കെ ആയിട്ട് നശിപ്പിച്ച് നാരായണക്കല്ല് പിടിപ്പിച്ച് ജനങ്ങളെയും പൊതുജനങ്ങളെയും വിഡ്ഢികളാക്കുന്ന ഈ സിസ്റ്റത്തിന് ഒരു അറുതി വരുത്താൻ വേണ്ടി ഗവൺമെൻറ്റൊക്കെ ചേഞ്ച് ആയിരിക്കുന്നു. എന്തായാലും VDS ഗവൺമെൻറ്റിന് ഒരു സല്യൂട്ട്. ഇതേപോലെയുള്ള കിരാതഭരണം ഒരിക്കലും മാറുകയില്ലെന്നും കരുതി തങ്ങളുടെ ചിങ്കിടികളെയും പെട്ടിപിടുത്തക്കാരും ബഫൂണുകളെയും എല്ലാവരെയും ഉന്നത തലങ്ങളിൽ നിയമിച്ച് വാരിക്കോരി ഗവൺമെൻറ്റിൻ്റെ പണം, പൊതുജനങ്ങളുടെ പണം ദൂർത്തടിച്ച് നശിപ്പിച്ച് ഒരിക്കലും മാറുകയില്ല. ഇനി ഇവിടെ രാജഭരണം പോലെ ഇവിടെ എന്നേക്കും നിലനിൽക്കുമെന്നുള്ള മിഥ്യാധാരണകൾ പൊളിച്ചെഴുതിക്കൊണ്ട് ഓരോരുത്തരെയൊക്കെ ക്ഷണിച്ചു. ഇപ്പോൾ തന്നെ നിങ്ങളെല്ലാവരും മന്ത്രിസഭ രൂപീകരണത്തിന് ക്ഷണിക്കുന്നു, എല്ലാവരെയും പത്രസമ്മേളനത്തിലേക്ക് ക്ഷണിക്കുന്നു ഒക്കെ പറഞ്ഞ് നടന്നിട്ട് തലയ്ക്ക് അടികൊണ്ട് തോറ്റ് തുന്നമ്പാടി ജനങ്ങൾ അടിച്ചോടിച്ചു. വളരെ നിസ്സാരമായ ഭൂരിപക്ഷത്തിന് എങ്ങനെയൊക്കെയോ പ്രചരണക്കുറവും കൊണ്ട് രക്ഷപ്പെട്ട് തൽക്കാലം 10-26 സീറ്റ് ഇപ്പോഴത്തെ നമ്മുടെ LDF ഗവൺമെൻറ്റിന് കിട്ടി. ബാക്കിയൊക്കെ കൂട്ടുകക്ഷിയാണ്. ഇങ്ങനെ ഉള്ള ജനങ്ങൾ പൊറുതിമുട്ടി. ജനങ്ങളാണ് ശക്തി. ജനവികാരത്തിൻ്റെ മുകളിൽ ഒരു പാറ്റൻ ടാങ്കും ഒരു നടക്കില്ല എന്ന് മഹാത്മാഗാന്ധി തന്നെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. 50,000 ബ്രിട്ടീഷ് പട്ടാളക്കാരെ കണ്ട് നടക്കാത്തത് മഹാത്മാഗാന്ധി ഒറ്റയ്ക്ക് ഉടുപ്പിടാതെ ബംഗാളിൽ പോയി നിന്ന് അക്രമം നിർത്തിവെപ്പിച്ച ചരിത്രമൊക്കെ നമുക്കറിയാം. സുഹൃത്തുക്കളെ, എന്താണെങ്കിലും നമ്മുടെ പിണറായി വിജയൻ സാഹിബിൻ്റെ Z+ സെക്യൂരിറ്റിയൊക്കെ പിൻവലിച്ചു. ഇപ്പം ആകാശത്തു നിന്ന് താഴെ ഇറങ്ങി ഒറ്റയ്ക്ക് അവിടെ റെയിൽവേ സ്റ്റേഷനിലിരിക്കുന്ന ചിത്രങ്ങളൊക്കെ പുറകിൽ വരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം പിന്നെ ഒരു നല്ലൊരു കാര്യം ചെയ്തു. ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കാതെ എനിക്കിനി വലിയ സെക്യൂരിറ്റിയൊന്നും പ്രതിപക്ഷ നേതാവെന്ന നിലയ്ക്ക് വേണ്ട, പേഴ്സണൽ സെക്യൂരിറ്റിക്കാരെ വെച്ചിട്ടുണ്ട്. പേഴ്സണൽ സെക്യൂരിറ്റിക്കാരെ ഒന്നും വെക്കാതെ ഒന്നും നടക്കാൻ പറ്റില്ല. അതൊന്നും നല്ല നേതാക്കന്മാർക്ക് വഴി കൂടി ഇറങ്ങി നടക്കാൻ പറ്റുള്ളൂ, അല്ലാത്തവർക്കൊന്നും നടക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ.
എന്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുന്നിൽ പാവം പോലീസുകാർ, ഒരു SI 2 പോലീസുകാർ കൊതുകടിയും കൊണ്ട് ബാത്റൂമുമില്ല, ഒന്നുമില്ല, വഴിക്കുള്ള പൊട്ടിപ്പൊളിഞ്ഞ ജീപ്പിൽ കഴിയുന്നതൊക്കെ മാറും, അവർക്കൊക്കെ രക്ഷ കിട്ടും എന്ന് വിചാരിക്കാം. ആത്മാർത്ഥതയും സത്യസന്ധതയും മനുഷ്യരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ, മനുഷ്യനന്മയുള്ള ഉദ്യോഗസ്ഥന്മാർ വന്ന് അവരുടെ ജീവിതം എന്തെങ്കിലും ഉപകാരം ചെയ്ത്, മനുഷ്യനന്മയ്ക്ക് ഉപകാരം ചെയ്ത് ഉണ്ടാകുന്ന ആൾക്കാരുണ്ടാവട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. പിൻവാതിലിൽ കൂടെ വന്നിരിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും, ആളുകളെയും, പെട്ടിതൂക്കികളെയും, കൈക്കൂലിക്കാരെയും എല്ലാത്തിനെയും പിരിച്ചു വിടണം ഈ ഗവൺമെൻറ്. എല്ലാത്തിൻ്റെ പേരിൽ അന്വേഷണം ഉണ്ടാവണം. നമ്മുടെ സ്വർണ്ണക്കൊള്ള എവിടം വരെ ആയോ, ഭഗവാന്റെ മുതൽ കട്ടുകൊണ്ട് പോയതിനെപ്പറ്റി CBI വരണം എന്നൊക്കെ പണ്ട് പറഞ്ഞിരുന്നു. അതൊക്കെ അന്വേഷിക്കുമെന്ന് നമുക്ക് വിചാരിക്കാം. രമേശ് ചെന്നിത്തലയും മറ്റുള്ളവരൊക്കെ എല്ലാ കൊള്ളക്കാരെയും പിടിക്കാൻ വേണ്ടി നീങ്ങുമെന്ന് നമുക്ക് വിചാരിക്കാം. സുഹൃത്തുക്കളെ, എന്തായാലും ജനങ്ങളുടെ ഗവൺമെൻറ് ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുമെന്ന് നമുക്ക് വിചാരിക്കാം. VD സതീശൻ സാറിന്, VD സതീശൻ നമ്മുടെ CM-ന് ഒരു സല്യൂട്ട് കൊടുത്തുകൊണ്ട് എന്തായാലും പേഴ്സണൽ കൊള്ള അവസാനിപ്പിക്കണം. മുൻകാല പ്രാബല്യത്തോടുകൂടി അത് നടപ്പിൽ വരുത്തണം. കൊടുത്ത പൈസയൊക്കെ തിരിച്ചു മേടിക്കണം. ഇവന്മാരെയൊക്കെ കള്ളന്മാരെയൊക്കെ അടിച്ച് പുറത്താക്കണം എന്നാണ് ആളുകളുടെ വിചാരം. അതൊക്കെ നടക്കട്ടെ എന്ന് ആശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം വ്യൂവേഴ്സ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഐ ആം ക്യാപ്റ്റൻ ഗ്രാൻഡ് മാസ്റ്റർ ഷാജി മാത്യു. പ്ലീസ് കമൻറ്റ്, ലൈക്ക് ആൻഡ് ഫോർവേഡ്.